ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ വലിയ യാത്രയൊന്നുമല്ല. വള്ളിയൂർക്കാവ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വയനാട്ടിലെ എന്നല്ല, കേരളത്തിൽ തന്നെ അതിപ്രസിദ്ധമായൊരു അമ്പലമാണ് വള്ളിയൂർക്കാവ്. അപ്പോൾ അവിടെ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ജനങ്ങൾ പങ്കെടുക്കുന്നൊരു ഉത്സവമാണിത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടന്നു പോവാണ്. അമ്പലത്തിലേക്ക് കുറച്ച് നടന്നു പോകാനുണ്ട്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണിതൊക്കെ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഒരു കവാടമാണിത്. ഒരുപാട് ജനങ്ങൾ വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ തന്നെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വള്ളിയൂരമ്മയുടെ അനുഗ്രഹം നേടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിന് വേണ്ടി ഒരുപാട് ജനങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എന്തായാലും തൊഴുതിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ട്രേഡ് ഫെയർ ഉണ്ട്, അതിലൊന്ന് കയറി എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ അവിടുന്ന് വാങ്ങും. എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഈ ചേച്ചിനെ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ തൊഴാൻ പോയതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഉപ്പിലിട്ടൊരു പൈനാപ്പിളൊക്കെ വാങ്ങി. ഇനി നമ്മളിതാ ഈ സ്റ്റാളിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. സ്റ്റാളിനുള്ളിലാണ് ഒരുപാട് സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ട്രേഡ് ഫെയർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ പാസ് ഉണ്ട്. കയറണമെങ്കിൽ പാസ് എടുക്കണം. പാസ് എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ ട്രേഡ് ഫെയറിന് ഏകദേശം ഇറങ്ങാനായി. ഇനിയിപ്പോൾ അടുത്തത് ഉഴാണ്. വലിയ രീതിയിലുള്ളൊരു കാർണിവലൊക്കെ അവിടെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള, വലിയവർക്കും ചെറിയവർക്കും കയറാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുള്ള. അപ്പോൾ അങ്കുരി ഏകദേശം അതിൽ കുറേ നേരം കളിച്ചു തുള്ളിച്ചാടി. നമ്മളതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
നമ്മൾ തൊഴുതിറങ്ങിയത് മേലേക്കാവാണ്. ഇനി നമ്മൾ താഴേക്കാവിലേക്കാണ് പോണത്. ഈ ഉത്സവം നടക്കുന്ന അതേ സമയം തന്നെ അവിടെ സ്റ്റേജുണ്ട്. സ്റ്റേജിൽ പല രീതിയിലുള്ള പരിപാടികൾ, കുട്ടികളുടെ ഡാൻസ്, ഗാനമേള, അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ട്, പക്ഷേ നമുക്കങ്ങനെ തോന്നുന്നില്ല, ഒരുപാട് സമയമായെന്ന് തോന്നുന്നില്ല. നമ്മളിതാ ഇനി വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വള്ളിയൂർക്കാവ് വിശേഷങ്ങൾ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.